നമസ്കാരം. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 എല്ലാവർക്കും വളരെ സന്തോഷവും സമാധാനവും നല്ലതൊക്കെ ലഭിക്കട്ടെ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ മുമ്പോട്ട് പോവുക. ഇന്ന് ന്യൂ ഇയർ ആണ്. അതുകൊണ്ട് ഞാൻ വീടിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയുള്ള ഒരു പാർക്കിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. കുറെ ചേച്ചിമാരൊക്കെ ഈ ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ ആണ്. ഞാൻ കാണിച്ചു തരാം. ഒരു ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പം കുറച്ചു നേരം ഇവിടേക്ക് ഇരുന്ന് പാട്ടൊക്കെ കേട്ട് മനസ്സ് വളരെ ശാന്തമാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പുതിയതായിട്ട് എന്ത് ചെയ്യും, ന്യൂ ഇയറിന് എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യും. പിന്നെ വേറെ ഒന്നുമില്ല, ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് പോകും. പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് എന്താ പറയാ, അങ്ങനെ നിങ്ങളോടൊന്നും പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഞാൻ ഈ വ്ളോഗിങ് തന്നെ പഠിച്ച് വരികയാണ്. അപ്പോൾ കുറച്ചൊക്കെ മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യുന്നതൊക്കെ വീടിൻ്റെ അകത്തുനിന്നാണ്. പിന്നെ ടെറസിന് മുകളിലായി. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം പുറത്ത് ഇതുപോലെ ഒന്ന് വ്ളോഗ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ ആ ഒരു എന്താ പറയാ, നമുക്കിപ്പോൾ പുറത്തൊന്നും ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കുവോ ശ്രദ്ധിക്കുവോ അല്ലെങ്കിൽ ചിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ മാറി വരുന്നുണ്ട്. ആദ്യം എനിക്ക് അതായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു ഇതൊന്നുമില്ല. ആളുകൾ, ഞാൻ വിചാരിച്ച ഞാനിത് ചെയ്യുമ്പോൾ ആളുകൾ അത് ശ്രദ്ധിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അവരവരുടെ കാര്യം നോക്കിയിരിക്കുന്നു, ഞാൻ എൻ്റെ കാര്യം ശ്രദ്ധിക്കും. അത്രേ ഉള്ളൂ. അപ്പം ഇനിയും എനിക്ക് ഒരുപാട് നല്ല സ്ഥലങ്ങളിൽ നിന്നും വ്ളോഗ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനൊക്കെ ഉള്ള അവസരം ഈ 2026 ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ഈ 2026 സംഭവിക്കും. അങ്ങനെ സംഭവിക്കണം. നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമ്മളെ സ്വപ്നങ്ങൾ നമ്മൾ ഉപേക്ഷിക്കരുത്. അത് പരിശ്രമിക്കുക. ചിലപ്പം ആദ്യത്തെയോ രണ്ടാമത്തെയോ തവണ പരിശ്രമിക്കുന്നത് കിട്ടത്തില്ലായിരിക്കും. ഒരു 50ാമത്തെ പ്രാവശ്യം പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ തുടർന്നും അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കും നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ. എനിക്ക് ഈ വർഷം തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എപ്പോഴും വ്ളോഗ് ധൈര്യത്തോടെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുകയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്.